നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇത് 2010 ആറ്റിങ്ങൽ ചിറയൻകീഴിനടുത്ത് പണിത ഒരു 4 കെട്ട് വീടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കേരളീയ ശൈലി അല്ല, എന്നാൽ കേരളീയ ശൈലിയും അതേസമയം ഒരു അല്ലാത്ത ഒരു മോഡേൺ സ്റ്റൈല് കൂടെ ലയിപ്പിച്ചു കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഞാൻ ഈ വീടിന് അവലംബിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കണക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ചുറ്റളവ്, മുറികളുടെ കണക്ക്, അതിൻ്റെ മധ്യസൂത്രം എല്ലാം ഒരു വിട്ടുവീഴ്ചയില്ലാതെ പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ച് ഞാൻ പൂർത്തിയാക്കി 2010 പണി കഴിഞ്ഞ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതാണ്ട് 31 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടാണ് ദർശനം. കോമ്പസ് വെച്ചിട്ട് കൃത്യമായി നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് അതിൻ്റെ ദിശ ക്രമീകരിച്ച് അങ്ങനെ ഒരു നല്ല വീടാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വാസ്തുവിദ്യയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ പോകാതെ കൃത്യമായി കണക്കുകൾ പാലിച്ച് പൂർത്തിയാക്കിയ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ഈ വീടിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 31 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ വീട്ടുടമസ്ഥൻ അവർ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു വീട് വേണം എന്നുള്ള അഭിപ്രായത്തിൽ അവർ എന്നെപ്പറ്റി മനസ്സിലാക്കി, അർജുൻ അസോസിയേറ്റ് മനസ്സിലാക്കി അവർക്ക് നല്ലൊരു വീട് പണിയണം എന്നുള്ള താല്പര്യത്തിൽ എന്നെ സമീപിക്കുകയും ഞാൻ ആ സ്ഥലം പോയി കണ്ട് അതിനനുസരിച്ചിട്ട് വാസ്തുപരമായി ഭൂമിയുടെ കിടപ്പും അതിൻ്റെ ചരിവും എല്ലാം പരിഗണിച്ചിട്ട് ഒരു നല്ല ഡിസൈൻ ചെയ്ത ഒരു 4 കെട്ട് ഭവനം തന്നെയാണിത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ മൊത്തം ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം അതിൻ്റെ തുടക്കം ഒരു സ്ഥലം പരിശോധിക്കുമ്പോൾ ആദ്യം അവിടെ എങ്ങനെയുള്ള ഒരു വീടാണ് പണിയേണ്ടത് എന്നുള്ള ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. അപ്പോൾ ഇത് ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണ രീതി രണ്ടാമത് ഡിസൈനിലോട്ട് വരണം. 2 പാർട്ടായിട്ടാണല്ലോ വരുന്നത്. ആദ്യം ഡിസൈനിങ്, പിന്നെ കൺസ്ട്രക്ഷൻ. ഇപ്പം ഞാൻ എപ്പോഴും ചെയ്തിരിക്കുന്ന ഓരോ വീടുകൾ പരിശോധിച്ചാലും പൂർണ്ണമായിട്ട് വാസ്തുവിദ്യയ്ക്ക് അനുസരിച്ച് അതിൻ്റെ നിർമ്മാണം കൂടി ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി അതിൽ വീട് പണിത് കഴിഞ്ഞിട്ട് താമസിച്ച് കഴിയുമ്പോൾ ആ വീട്ടുടമസ്ഥന് ആ ഗൃഹത്തിൽ എന്ത് സമാധാനവും ഐശ്വര്യവും സാമ്പത്തികവും സമ്പത്തും നമുക്കതിനകത്ത് വരുന്നു എന്നുള്ള വിലയിരുത്തുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്. പലപ്പോഴും നമ്മളിന്ന് ഈ വാസ്തുവിദ്യയെ നമ്മളിതിനെ കൂടുതലായിട്ട് ഇറങ്ങി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നല്ല രീതിയിൽ പോകുമ്പോൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ഇതിൻ്റെ ആവശ്യം ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതുമായ കുറേ ഊഹാഭോഗങ്ങളും കുറേ അന്ധവിശ്വാസങ്ങളും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണതയും കൂടി വരുന്നു. ഞാൻ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. എങ്കിലും ഈ വീടിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഞാനത് സൂചിപ്പിച്ചതിൻ്റെ കാരണം പലപ്പോഴും നമുക്കൊരു നല്ല വീട് പണിയണമെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുവിദ്യയുടെ സ്വാധീനം എത്രമാത്രം നല്ലതാണ് എന്ന് അനുഭവസ്ഥർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളും അതിന് അനുകൂലമായിട്ടും അങ്ങനെ ചെയ്ത വീടുകളുടെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവത്തിൽ കൂടി കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞ ശാസ്ത്രത്തിന് ഗൃഹനിർമ്മാണമായിട്ട് എന്ത് ബന്ധം ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്. വാസ്തുപരമായ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന ചുറ്റളവ് ഞാൻ 80:8 അங்குലം എന്നുള്ള ഒരു കണക്കാണ് അതിനകത്ത് കൊടുത്തത്. 80:8 അங்குലം. പിന്നെ അതിനൊരു പൂമുഖം കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു. അത് വരുമ്പോൾ 88:8 അங்குലം എന്നുള്ള ഒരു കണക്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 80:8 അங்குലം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കണക്കിൽ വാസ്തുപരമായ കണക്കിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ യോനിയുടെ കണക്ക് വരുന്നത് ദ്വിജയോനിയും, അതേസമയം ദർശനം പടിഞ്ഞാറ് ദ്വിജയോനി,
6 വരവ് 3 ചെലവ്. അപ്പോൾ വരവിനേക്കാൾ ചെലവ് കുറഞ്ഞ ഒരു കണക്ക് 80/8 അങ്ങനെ ആയതുകൊണ്ടും അത് ഏറ്റവും നല്ല, ഞാൻ ഒരുപാട് വീടുകൾ ഈ ചുറ്റളവിൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഐശ്വര്യവും പിന്നെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അളവിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. മറ്റ് ചുറ്റളവ് നമ്മൾ കൊടുക്കേണ്ടി വരും, എങ്കിലും ഒരു നല്ല വീട്ടിൻ്റെ ചുറ്റളവ് ഏറ്റവും എനിക്ക് അനുഭവമുള്ളത് ഈ ചുറ്റളവിൽ വെച്ച വീടുകൾ വളരെ അനുഭവത്തിൽ കൂടി നല്ല ഇതിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഇനി ഇതിൻ്റെ വാസ്തുപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് 80/8 അങ്കുലം ചുറ്റളവ്, അതിൻ്റെ 58 8 അങ്കുലം എന്നുള്ള അളവാണ് അതിൻ്റെ രണ്ടാമത്തെ പൂമുഖം അടക്കമുള്ള അളവ്. അതേസമയം അതിൻ്റെ ദീർഘവിസ്താരം, ദീർഘം എന്ന് പറയുമ്പോൾ 25 കോൽ 10 അങ്കുലവും വിസ്താരം 18 കോൽ 18 അങ്കുലവും എന്ന് പറഞ്ഞാൽ 1830 സെൻറ്റിമീറ്റർ ഇൻറ്റു 1350 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ദീർഘവിസ്താരം. വരാന്ത 144 സെൻറ്റിമീറ്റർ, അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2 കോലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വരാന്ത കഴിഞ്ഞ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡ്രോയിങ് ഹാളിലേക്കാണ്. അത് 7 കോൽ 14 അങ്കുലം ഇൻറ്റു 4 കോൽ 22 അങ്കുലം എന്നൊരു കണക്കാണ്. അപ്പോൾ 546 ഇൻറ്റു 354 സെൻറ്റിമീറ്റർ. രണ്ടാമത് ഡൈനിങ് ഹാള്, അത് 5 കോൽ 14 അങ്കുലവും 5 കോൽ 6 അങ്കുലവും എന്നൊരു കണക്കാണ്. അത് 402 ഇൻറ്റു 378 എന്നുള്ള ഒരു സെൻറ്റിമീറ്ററിൻ്റെ കണക്കിലേക്കാണ് അത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് 5 കോൽ 14 അങ്കുലവും രണ്ടാമത്തെ ബെഡ്റൂം 5 കോൽ 14 അങ്കുലം ഇൻറ്റു 4 കോൽ 14 അങ്കുലം. അപ്പോൾ എൻ്റെ സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 402 354 എന്നൊരു സെൻറ്റിമീറ്റർ കണക്കിലേക്കുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ പിന്നെ വരുന്ന കിച്ചണാണ്. കിച്ചൺ 5 കോൽ 14 അങ്കുലവും 4 കോൽ 14 അങ്കുലവും സെൻറ്റിമീറ്റർ ആണെങ്കിൽ 402 ഇൻറ്റു 330 സെൻറ്റിമീറ്റർ എന്നുള്ള അളവിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ ഇതിലൊരു പൂജാമുറിയുണ്ട്. അത് സ്ഥാനം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാന്ത കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. അത് 2 കോൽ 6 അങ്കുലവും 1 കോൽ 18 അങ്കുലം എന്നുള്ള അളവിലാണ് അതിൻ്റെ പൂജാമുറിയുടെ കണക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോർട്ട്യാർഡ്, നടുമുറ്റം, അത് 2 കോൽ 18 ഇൻറ്റു 2 കോൽ 18 എന്നുള്ള സ്ക്വയർ ആയിട്ടുള്ള 198 സെൻറ്റിമീറ്ററിൻ്റെ 198 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ ആയിട്ടാണ് ഇതിൻ്റെ നടുമുറ്റം വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ 5 കോൽ 14 അങ്കുലവും 4 കോൽ 22 അങ്കുലം എന്നുള്ള ഒരളവാണ് ഒരു ബെഡ്റൂമിൻ്റെ, 402 ഇൻറ്റു 354 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ബെഡ്റൂം 5 കോൽ 16 അങ്കുലവും 4 കോൽ 22 അങ്കുലം, 378 ഇൻറ്റു 354. അങ്ങനെ 2 ബെഡ്റൂമാണ് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത്രയും ചേർന്ന് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ഈ വീടിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 3240 സ്ക്വയർ ഫീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറ് അടക്കം 3240 സ്ക്വയർ ഫീറ്റുള്ള ഒരു 4 കെട്ട് വീടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത്. വീടിൻ്റെ വാസ്തുപരമായ അളവുകളെ പറ്റി ഞാൻ പരാമർശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ പൊതുവേ ഉള്ള കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ല തലയെടുപ്പോട് കൂടിയ ഒരു വീട്, അതോടൊപ്പം തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാമ്പൗണ്ട് വാള്, ഒരു ഗേറ്റ്, ഒരു ചെറിയ പടിപ്പുര, ഇത്രയും നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ വിശാലമായിട്ടുള്ള ഫ്രണ്ടേജ്, അതിന് തന്നെ അതിൻ്റെ മധ്യസൂത്രം ഈ 4 കെട്ടായതുകൊണ്ട് 2 മധ്യസൂത്രം അതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറുള്ള മധ്യസൂത്രവും അതിനെ നമ്മൾ പിന്നെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള മധ്യസൂത്രം, ഈ 4 കെട്ട് പണിയുമ്പോൾ ഈ 2 മധ്യസൂത്രവും പാലിക്കണം എന്നാണ് ശാസ്ത്രവിധി. അതനുസരിച്ചിട്ട് 2 മധ്യസൂത്രവും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് തന്നെയാണ് നമ്മൾ ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് പ്ലാൻ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ വീട്ടിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു നല്ല
ഒരു വീടിൻ്റെ ഏറ്റവും നല്ലൊരു എലിവേഷൻ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ നിർമ്മാണത്തിലും എല്ലാം കൂടി നമ്മൾ വെറും വാസ്തു അളവുകൾ പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണവും കൂടി അതിനോട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് ഭംഗി കൂടുന്നത്. ഉദാഹരണത്തിന് ഒരു പൂമുഖം, ആ പൂമുഖം നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ആ പൂമുഖത്തോട്ട് ചെന്ന് ഇരിക്കാനുള്ള, ഞാൻ 2010 ഇത് പണിതത്. അന്ന് വ്യാപകമായിട്ട് ഈ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ പണിയുമ്പോൾ ചാരുപടി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2025 ആകുമ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കൂടുതലും കണ്ടംപററി സ്റ്റൈലും കൊളോണിയൽ സ്റ്റൈലും ഒക്കെ ആയപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് തുടക്കം ഇത്തരം പഴയ വീടുകളുടെ നാലുകെട്ടും തറവാടുകളും അനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ആ ചാരുപടി കൊടുത്തത്. ആ ചാരുപടി അതും വളരെ വിശേഷപ്പെട്ട ഒന്നാണ്, നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഡ്രോയിങ് ഹാളാണ്. ആ ഡ്രോയിങ് ഹാളിൻ്റെ ഇൻറ്റീരിയർ അടക്കം വളരെ മനോഹരമായിട്ട് തേക്കും തടിയിൽ ചെയ്ത ഇൻറ്റീരിയറാണ് ഡ്രോയിങ് ഹാള്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഡൈനിങ് ഉണ്ട്. അതും അതുപോലെ തന്നെ അതിൻ്റെ ഫർണിച്ചറും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആ വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഉള്ളത്. സ്റ്റെയർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പ്രദക്ഷിണക്രമമായിട്ട് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ സ്റ്റെയർ എങ്ങോട്ട് വേണം എന്നുള്ളത് നോക്കി അതിനെ പ്രദക്ഷിണക്രമമായിട്ട് സ്റ്റെയർ മുകളിലേക്ക് എടുത്തു. അതും നല്ല രീതിയിലുള്ള റെയിലിങ്സ് ഒക്കെ കൊടുത്ത് അത് ഫസ്റ്റ് ഫ്ലോറിലെത്തുന്നു. പിന്നെ ഇതിൽ 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. അതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞു. അതും വാസ്തുപരമായിട്ട് കണക്ക് നോക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കട്ടിൻ്റെ പൊസിഷൻ എല്ലാം തന്നെ ആസ് വാസ്തുവിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണും അതുപോലെ തന്നെ. കിച്ചൺ കൃത്യമായ കണക്ക് നോക്കുന്നതോടൊപ്പം തന്നെ തേക്കിൽ പണിത കബോർഡ്സ്, ക്യാബിനറ്റ്സ്, അതിന് അന്നത്തെ രീതിയിലുള്ള അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചേർത്താണ് കിച്ചൺ പോയിരിക്കുന്നത്. അതിനോട് കണക്ട് ചെയ്ത് ഒരു വർക്ക് ഏരിയ. പിന്നെ മധ്യസൂത്രം അതിനകത്ത് ടോയ്ലറ്റിൽ കൂടി കടന്നു പോകാതിരിക്കാനായിട്ട് അവിടെ ഒരു സ്പേസ് ഇട്ട് അത്ര കൃത്യമായിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചാണ് ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത്രയും അകത്ത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഇൻറ്റീരിയറും കൂടെ ചെയ്താണ് പൂർത്തിയാക്കിയത്. പിന്നെ അതിൽ ഓരോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വീടിൻ്റെ മൊത്തത്തിൽ ഒരു വിലയിരുത്തുമ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേരളീയ ശൈലിയും അതോടൊപ്പം കുറച്ച് ഒന്ന് മാറി നമ്മൾ എന്താ പറയുക, അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആ എലിവേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം. അത് വെറും പൂർണ്ണമായിട്ടും ഞാൻ സ്ഥിരം ചെയ്യുന്ന നാലുകെട്ട് ശൈലിയിലുള്ള കൂരയും അങ്ങനെയല്ല. അത് കുറച്ച് മോഡേണായിട്ട് ഒരു താല്പര്യം കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഓടൊക്കെ വെച്ച് ഭംഗിയാക്കി ചെയ്ത് പൂർത്തിയാക്കിയ ഒരു നല്ല വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒരു വീട് പണിത് കഴിയുമ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കണക്കും അതിൻ്റെ നിർമ്മാണവും എല്ലാം കഴിഞ്ഞാലും അതിൻ്റെ ചുറ്റും കുറച്ച് വേറെ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കണം. അതും കൂടെ ഞാൻ ഈ വീടിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുകയാണ്. ഇത് ഏതൊരു പറമ്പ് നമുക്ക് കിട്ടിയാലും കൃത്യമായി വാസ്തുപരമായിട്ട് അതിൻ്റെ ഒരു ചുറ്റളവ് നോക്കിയതിന് ശേഷം ചെറിയ ഒരു അതിര്, അവിടെ അതിർത്തിയായിട്ടല്ല, അത് ഈ ഡ്രോയിങ്ങിൽ അതിൻ്റെ പ്ലാന് നോക്കുമ്പോൾ മനസ്സിലാവും. അതും തിരിച്ച് അവർക്കൊരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞ് ബാക്ക് വശത്ത് അത് ഇതിന് ടച്ച് ചെയ്യാതെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഡ്രോയിങ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതും കൂടെ പൂർത്തിയാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നല്ല ഭവനം ആണ് ഞാൻ പൂർത്തിയാക്കി. ഇന്നും വളരെ ഐശ്വര്യത്തോടു കൂടി അവരവിടെ താമസിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവവും ബലവും. ഞാൻ ഈ കൂടുതൽ എൻ്റെ വീടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പ്രചോദനം തരുന്നത് ഞാൻ 100 കണക്കിന് ചെയ്ത ഇത്തരം വീടുകളുടെ പ്ലാനും അതിൻ്റെ നിർമ്മാണ ശൈലി അതോടൊപ്പം അതിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം അതും കൂടി കണക്കിലെടുത്താണ് ഏറ്റവും ഐശ്വര്യമുള്ള വീടുകൾ വാസ്തുപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന പ്രോത്സാഹനം എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.